ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കാം. കേൾക്കാലോ? ഹലോ, കേൾക്കാലോ? ഓക്കെ. ഈ ടേബിളിൽ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് കോപ്പി പറയാം. നമ്മൾ ഹോമിൻ്റെ ഉള്ളിൽ കോപ്പി എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലേ, കോപ്പി പറയാം. ഓക്കെ. കോപ്പി പറഞ്ഞിട്ട് എവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടേ പേസ്റ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ട്രാൻസ്പോസ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്, കണ്ടോ? പേസ്റ്റ് എന്നുള്ള ബട്ടന്റെ ഉള്ളിൽ ഒരു ഏരോ കണ്ടില്ല, അടിയിലേക്ക് അതിലൊരു ട്രാൻസ്പോസ് എന്നിട്ട് ആദ്യത്തെ ഒരു 8ാമത്തെ ആയിട്ട് വരും. ട്രാൻസ്പോസ് എന്നിട്ടൊരു സാധനം കാണാം. ട്രാൻസ്പോസ് കണ്ടില്ലേ? 1 2 3 4 5 6 7ാമത്തെ കണ്ട. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറി? നമ്മുടെ ടേബിൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മനസ്സിലായല്ലോ? അതിപ്പോൾ നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം. ആദ്യം ഇതിനെ കോപ്പി ചെയ്തു, പിന്നെ എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പേസ്റ്റിൻ്റെ ഉള്ളിൽ ട്രാൻസ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് ട്രാൻസ്പോസ് ആവും. മനസ്സിലായില്ല? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് ഭാഗമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടേബിളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്ന ടേബിളുകൾ നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടല്ലേ? അവരിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. എനിക്കിത് ഹൊറിസോണ്ടലായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ 1 2 8 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ? മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് നേരെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയും? ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കോപ്പി ചെയ്യുക, പിന്നെ പേസ്റ്റ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്പോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ടേബിളുകളെയാണ് നമ്മൾ HLOOKUPനായിട്ട് ഉപയോഗിക്കുക. ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്, ഞാൻ കാണിക്കാം. ഇതൊക്കെ ഞാൻ കളയുന്നു കേട്ടോ. ആ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇനി കളയാം. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ ഇതിനെല്ലാറ്റിനും കൂടി സെലക്ഷൻ ചെയ്യുക. നെയിം ബോക്സിൽ ഒരു പേര് കൊടുക്കുക. നമ്മൾ മുന്നേ ചെയ്തിരുന്ന സെയിം സ്റ്റെപ്പ് തന്നെ, വേറെ സ്റ്റെപ്പുകളിലൊന്നും വ്യത്യാസമില്ല. പേര് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ നമ്മൾ കോഡ്, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യുക. ഈക്വൽ ടു VLOOKUPന് പകരം HLOOKUP കൊടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. HLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല്, കോമ, F3 നമ്മുടെ ഐറ്റം ലിസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, കോമ, അതിലെ 2ാമത്തെ റോ, മനസ്സിലായ? കോമ, ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മളത് എന്ത് ചെയ്യുക? ഈക്വൽ ടു HLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല്, കോമ, F3 ക്ലിക്ക് ചെയ്തു, കോമ 3, കോമ ഫോൾസ്. ഇനി നമ്മളിവിടെ കൊടുത്തു നോക്കിയൊക്കെ A2 കണ്ട. അപ്പോൾ ഇത്രയുള്ള വ്യത്യാസം നമ്മൾ VLOOKUP HLOOKUP തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അതായത് വെർട്ടിക്കലായിട്ടുള്ള ടേബിളിന് പകരം അത് ഹൊറിസോണ്ടലായിട്ടുള്ള ടേബിളുകളിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്യിക്കാം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് SUMIF ആൻഡ് SUMIFS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് SUMIF. നമുക്കൊരു സ്റ്റോക്കൊക്കെ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. VLOOKUPും SUMIFും കൂടിയിട്ട് വലിയൊരു പ്രോബ്ലം തന്നെ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഞാൻ കാണിക്കാം. ആദ്യം എന്താണ് SUMIF എന്നുള്ളത് പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡാറ്റ സെറ്റ് ചെയ്യുന്നുണ്ട്.
നെയിം, കമ്പനി, എമൗണ്ട് കൊടുത്തു. നോക്കാം. നെയിം, കമ്പനി, എമൗണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് കൊടുക്കണം. ഇപ്പോൾ ജിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജിടെക് എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു 14,500 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ ഒരു വിൻടെക് എന്നുള്ളൊരു കമ്പനിക്ക് വേണ്ടി ഒരു 8,500 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ അതായത് ജിജോ ഞാൻ പറഞ്ഞു ഒരു SS എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു 13,475 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജിടെക്കിന് വേണ്ടിയിട്ട് ഒരു 7,500 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അനു തന്നെ വീണ്ടും ജിടെക്കിന് വേണ്ടിയിട്ട് വീണ്ടും വേറൊരു ദിവസം ജിടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തു. അനു തന്നെ എന്നുള്ള കമ്പനിക്ക് വേണ്ടി ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജിടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ദീപ തന്നെ എന്നുള്ള കമ്പനിക്ക് വേണ്ടി ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ദീപ തന്നെ വിൻടെക് എന്നുള്ള കമ്പനിക്ക് വേണ്ടി വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളുടെ പേര് കൂടി കൊടുക്കാം നമുക്ക്. ഞാൻ എൻ്റെ പേര് നോക്കി. ജിജോ എന്നുള്ള ആൾ വേറൊരു ദിവസം ജിടെക്കിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ജിജോ എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഡാറ്റ എത്ര മതി കേട്ടോ. ഇത് നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റകൾക്കനുസരിച്ച് ഇതിനെ കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡാറ്റകളൊക്കെ ഒന്ന് നിങ്ങളുടെ ഡാറ്റകളൊക്കെ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. എൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഇതിൽ 10,000 കുറവുള്ള ഡാറ്റകളുടെ സമ്മ് കാണണം. എമൗണ്ടിൻ്റെ മൊത്തം നമ്മൾ സമ്മ് കാണാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്, എല്ലാം സമ്മ് എന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി സെലക്ഷൻ ചെയ്തിട്ട് ഹോമിലെ ഓട്ടോ സമ്മ് അടിച്ചാലും മതി അല്ലേ. അപ്പോൾ 2,2,2,5,2,1 എന്നുള്ള സമ്മ് വന്നു. എന്നാൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കുറവുള്ള സമ്മ് മാത്രം കാണും. അപ്പോൾ 10,000 കുറവുള്ള സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാറ്റി എഴുതേണ്ടി വരും അല്ലേ. 10,000 കുറവുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, മനസ്സിലായല്ലോ. 10,000 കുറവുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് കൂട്ടേണ്ടി വരും. 10,000 കുറവ് ഇപ്പോൾ 8,500, 7,500, 84,58, 74,12, 745 ഇത്രയും ഡാറ്റകളാണ് ശരിക്ക് നമ്മുടെ 10,000 കുറവുള്ളത്. സമ്മ് കാണാനുള്ള ഷോർട്ട് കട്ടുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൾട്ട് ഈക്വൽ ടു അടിച്ചാൽ മതി കേട്ടോ. ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ഈക്വൽ ടു സമം എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല എഴുതും. നമ്മളൊന്നും ചെയ്യണ്ട. വെറുതെ ഉത്തരം വെക്കേണ്ട സെല്ലിൻ്റെ അവിടെ വയ്ക്കുക. ഉത്തരം കിട്ടുന്ന സെല്ലിൻ്റെ അവിടെ വെച്ചിട്ട് ആൾട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇവിടെ കാൽക്കുലേഷൻസ് ഇവിടെ ഇതായിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ഒന്നും വേണ്ട. അതായത് അതിന്റെ നേരെ ഉള്ളത്, അതിന്റെ തൊട്ട് മേലുള്ളത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എനിക്കിവിടെ ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ആൾട്ട് ഈക്വൽ ടു കൊടുത്താൽ കണ്ട സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ ആക്കും. അതിന്റെ നേരെ ഉള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അതിന്റെ നേരെ ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല അവിടെ അപ്ലൈ ആയിട്ട് മാറും. അതതിൻ്റെ ഷോർട്ട് കട്ടാണ്, സമ്മിൻ്റെ ഷോർട്ട് കട്ടാണ്. അപ്പോൾ ശരിക്കും വരുന്നത് 32,615 ആണ് അല്ലേ. അതായത് 10,000 കുറവുള്ള ഡാറ്റ ഇതാണ്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ആകെ
10 അല്ലെങ്കിൽ ആകെ എത്ര എണ്ണം ഇതിലുണ്ട് ഓൾറെഡി 11 ഡാറ്റകളിൽ നിന്നായ കാരണമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇങ്ങോട്ട് എഴുതിയെടുത്ത് കൂട്ടാൻ പറ്റിയത്. കുറേ 19,000 ഡാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമല്ലല്ലോ കൂട്ടാനായിട്ട്. എന്നാൽ ഇതിനൊരു ഇക്വേഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം. സം ഇഫ് ക്ലിയർ ആണല്ലോ, ഒന്ന് സൂം ചെയ്യാം. ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നുണ്ട് റേഞ്ച് ഏതിൽ നിന്നാണോ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സെല്ല് കാണിച്ചു കൊടുക്കുക. അതാണ് റേഞ്ച്, കോമ, പിന്നെ എന്ത് ചെയ്യണം, ക്രൈറ്റീരിയ ചോദിക്കുന്നുണ്ട്. ക്രൈറ്റീരിയ എന്താണ്, ഞാൻ പറഞ്ഞതെന്ന് ഇൻവെർട്ട് കോമയിൽ പറഞ്ഞു. ഇൻവെർട്ട് കോമയിൽ പറയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000. മനസ്സിലായോ? ഇൻവെർട്ട് കോമയിൽ നമുക്ക് വേണ്ട കണ്ടീഷൻസ് എഴുതി കൊടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. 32,615 ഉണ്ടാവും. നമ്മൾ മാറ്റി എഴുതി കൂട്ടി അതേ ആൻസർ തന്നെയല്ലേ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ മനസ്സിലായില്ലേ? ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ റേഞ്ച് കോമ ഇൻവെർട്ട് കോമയില് കണ്ടീഷൻസ്. ഇപ്പോൾ നമുക്ക് വലുത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 കൊടുത്താൽ മതി. സംഭവം മനസ്സിലായ? അതേപോലെ നമ്മളോട് പറയണ 7,500 വെച്ച് അടച്ചിട്ടുള്ള ആൾക്കാരുടെ ടോട്ടൽ കാണണം. ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് കോളം കോമ ഇൻവെർട്ട് കോമയില് ഈക്വൽ ടു 7,500. മനസ്സിലായ? ആകെ 7,500 മാത്രമാണ് അതിലുള്ളൂ. അടിക്കുമ്പോൾ തന്നെ താഴെ അത് ലിസ്റ്റ് ആവുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? നമുക്ക് ആ ഫോർമുല ബാർ വരുന്നുണ്ടല്ലേ, ഈക്വൽ ടു സം ഇഫ് കൊടുക്കുമ്പോൾ തന്നെ താഴെ ആ ഫോർമുലയുടെ ത്രെഡ് വരുന്നുണ്ടല്ലേ? ഈക്വൽ ടു സം ഇഫ്. അതെന്താ വെച്ചാൽ സം ഇഫിന്റെ വേറെ തന്നെ ഫങ്ഷൻസുകളാണത്. ഞാൻ പറഞ്ഞുതരാം. സം ഇഫ് അടിച്ച് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ താഴെ കാണുന്നുണ്ടല്ലോ റേഞ്ച് ക്രൈറ്റീരിയ സം റേഞ്ച് എന്നൊക്കെ പറയണതല്ലേ? അതാണ് നമ്മൾ ചെയ്തത്. റേഞ്ച് എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം. മനസ്സിലായ? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവെർട്ട് കോമയില് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാൻ പറഞ്ഞൊരു 50,000 മുകളിലുള്ള ടോട്ടൽ പ്രിന്റ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഈ ഭാഗം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇനി ഇതിൽ നമ്മളോട് കമ്പനി പറയാണ് ഒരു ഇക്വേഷൻസ് മാത്രം അവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. ചെയ്ത സെയിം ഇക്വേഷൻസുകൾ തന്നെയാണ്. ഇപ്പോൾ 10,000 കുറവുള്ളത് നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. കമ്പനി പറയാണ് ജിടെക് എന്നുള്ളതിൻ്റെ ടോട്ടൽ മാത്രം മതി. അതായത് ഇപ്പോൾ ഇതിൽ ജിടെക് ഉണ്ട്, വിൻടെക് ഉണ്ട്, SS ഉണ്ട്, അല്ലേ, ഉണ്ട്, അങ്ങനെ കുറേ കമ്പനിക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ജിടെക് എന്നുള്ള കമ്പനീനെ മാത്രം ടോട്ടല് മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ആ കമ്പനി എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സെല്ലിൽ. എന്നിട്ട് ഈക്വൽ ടു സം ഇഫ്, വീണ്ടും സം ഇഫ് അടിക്കുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ കാണാൻ പോണത് റേഞ്ച് എന്ന് പറയുന്നത് ജിടെക്കിൻ്റെയാണ് കാണാൻ പോണത് അല്ലേ? അപ്പോൾ ജിടെക്കിൻ്റെ വരുന്ന കോളങ്ങളുണ്ടല്ലോ, അത് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിത് കൂടുതൽ സെലക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻസും വരും. വേറൊരാൾ ജിടെക്കിന് വേണ്ടി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ടോട്ടൽ ആഡ് ചെയ്യും. മനസ്സിലായ? അതായത് കുറച്ച് കൂടുതൽ ഭാഗം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ഇതിൽ വല്ല എൻട്രി കൊടുക്കുകയാണെങ്കിൽ ആ എൻട്രിക്ക് അനുസരിച്ച് ഇവിടെ ആൻസറിൽ മാറ്റം വരും. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഭാഗം സെലക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സം റേഞ്ച് കോമ. ഇനി നമ്മൾ അതിൽ എന്താണ് കാണാൻ പോണത്, ഈ കാണുന്ന കമ്പനിയിലെ ജിടെക്കിൻ്റെയാണ് കാണാൻ പോണത്. മനസ്സിലായല്ലോ? അപ്പോൾ ജിടെക് എന്നുള്ള ആ ടൈപ്പ് ചെയ്തിട്ടുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കോമ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യും. നമ്മുടെ ക്രൈറ്റീരിയ മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ സം ഇഫ് അടിച്ചു,
ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്തത്, കമ്പനി എന്നുള്ള കോളം കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്തു, കോമ, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പനി ഏതാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി സെലക്ഷൻ ചെയ്തു, കോമ, നമ്മൾ കമ്പനിയിലെ റേഞ്ച് സെലക്ഷൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ നോക്കി നോക്കിയേ, ജിടെക് എന്നുള്ള കമ്പനി സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇത് നോക്കി നോക്കൂ, ജിടെക്കിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു നോക്കി, ഇവിടെ 14,500, 7,500, 84,58, 78, 454, 12,458. മനസ്സിലായല്ലോ? ഉണ്ടാ 12137 എന്നുള്ള ആൻസർ പ്രിന്റ് ചെയ്യുന്നുണ്ടാ. ഇനിയിപ്പോൾ നമ്മളോട് കമ്പനി പറയാണ് ജിടെക് എന്നുള്ളതിന് പകരം എനിക്ക് വിൻടെക്കിന്റെ ആൻസർ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോളത്തിൽ വെറുതെ വിൻടെക് എന്ന് കൊടുത്താൽ മതി. സംഭവം മനസ്സിലായോ? ഇവിടെ എച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ആ ആൻസർ പ്രിന്റ് ചെയ്യാൻ കേട്ടോ. വിൻടെക്കിന്റെ മാത്രം പ്രിന്റ് ചെയ്തത് കണ്ടോ അവിടെ 8,500, 74,12 കൂടി കൂട്ടിയിട്ട് 15,912 വിൻടെക് വന്നു കണ്ട. നമ്മൾ ഈ കാണുന്ന സെല്ലിന്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അപ്പോൾ പറയാണ് എ എന്നുള്ള കമ്പനി കാണുന്നുണ്ടെങ്കിൽ എ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എയുടെ ആൻസർ എത്ര എന്നുള്ളത് പ്രിന്റ് ചെയ്യും കണ്ട. ഏതൊക്കെയായിരുന്നു? 158,454, പിന്നെ 12,565, പിന്നെ 745. ഇത് മൂന്നും കൂട്ടിയിട്ട് അവിടെ വന്നത്. അവിടെ SS ആണ് അടിക്കുന്നുണ്ടെങ്കിൽ SS അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ SS-ന്റെ ടോട്ടലാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. സംഭവം മനസ്സിലായ? ഇവിടെ 13,475 മാത്രമേ ഉള്ളൂ SS. ക്ലിയർ ആണല്ലോ? ഇതേപോലെ നമുക്കൊരു കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്, വർക്കാണ്. കാരണം വെച്ചാൽ ഒരൊറ്റ ക്ലിക്കിൽ പിന്നെ നമ്മൾ ഓരോന്നും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ജിടെക് എന്ന് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജിടെക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജിടെക് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്ത് വരും. മറ്റേ നമ്മൾ ജിടെക് എവിടെയാണെന്ന് പോയി നോക്കണോ, ഏതൊക്കെ സംഖ്യകൾ എന്നുള്ളത് നോക്കണം, ഒക്കെ ചെയ്യണം അല്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി ഇത് നമ്മുടെ കോഴ്സ് മെറ്റീരിയൽ വല്ലതും ഉണ്ടാവും പ്രിന്റഡ്? കോഴ്സ് മെറ്റീരിയൽ ഉണ്ടാവില്ല. കാരണം വെച്ചാല് ഞാനിപ്പോൾ ഈ പറയണ പോലെ ഒന്നും ആവില്ല നിങ്ങളുടെ ഫയൽ ഉണ്ടാവുക. മനസ്സിലായ? പിന്നെ അല്ലെങ്കിൽ ഈ ഷോർട്ട് കട്ട് കീസ് മാത്രം ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്ത് തരാം. ഷോർട്ട് കട്ടുകളൊക്കെ ഒരു PDF കൺവേർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇവിടെ നമ്മൾ അടുത്തതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. എപ്പോൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഏത് ബുക്കിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് എഫക്ട് ചെയ്യപ്പോൾ ഈ ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാലോ, അവിടെ എടുത്ത് വെക്കാലോ, ഡൗൺലോഡ് ചെയ്ത് വെക്കാലോ കേട്ടോ. ഡൗൺലോഡ് ചെയ്യാനായിട്ട് YTD വീഡിയോ ഡൗൺലോഡർ ഏതെങ്കിലും ഒരു യൂട്യൂബ് ഡൗൺലോഡർ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് മഞ്ജുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒരു ഫയലാണ് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസാണ്. അത് വെച്ചിട്ട് നമ്മുടെ ആ യൂട്യൂബിന്റെ വീഡിയോ അതിൽ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയി വരും കേട്ടാ. അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്താലും മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വരുന്നതാണ് പേരും കമ്പനിയും ബേസ് ചെയ്തിട്ടുള്ള ആൻസർ പ്രിന്റ് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്തത് എന്താ, വെറും ഒരു കണ്ടീഷൻസ് കൊടുത്തിട്ടാണ് ചെയ്തത് ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ല് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടാ, ഇവിടെ 12137 അല്ലേ. ജിജോ എന്നുള്ള ഒരാൾ വീണ്ടും ജിടെക്കിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു 4-8 ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻസർ പ്രിന്റ് ചെയ്തതുണ്ട്. അവിടെ 1:30,258 മാറിയതുണ്ടാവും. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് അപ്ഡേഷൻസ് കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് കൂടുതൽ ഭാഗം ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന അപ്ഡേഷൻസുകൾ കംപ്ലീറ്റ് ഇതിൽ അപ്ലൈ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാണ് ജിജോ എന്ന് പറഞ്ഞ ഒരാളാവണം, ജിടെക് എന്നുള്ള കമ്പനി ആവണം, അങ്ങനെയുള്ള ആൾക്കാരുടെ ടോട്ടൽ പ്രിന്റ് ചെയ്യും. ഇത്ര നേരം നമ്മൾ വെറും എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ജിടെക്കിന്റെ ടോട്ടൽ മാത്രം കണ്ടിരുന്നത് അല്ലേ. എനിക്ക് ഇതിൽ ജിജോനാവണം, ജിടെക് ആവണം. ഇപ്പൊ ജിജോനായിട്ടുണ്ട്, പക്ഷെ ഇത് വിൻടെക് ആയ കാരണം ഇത് കൂട്ടാൻ പാടില്ല.
ഇവിടെ ജിടെക് ഉണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അനു ആയ കാരണം അത് കൂട്ടാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇവിടെ ജിടെക് അനു, അപ്പോൾ അത് കൂട്ടാൻ പാടില്ല. ജിടെക് ദീപ അത് കൂട്ടാൻ പാടില്ല. ജിടെക് ജിജോ, അപ്പോൾ ഇത് കൂട്ടാം. നമ്മുടെ പറയുന്ന കണ്ടീഷൻസ് ശരിയാണ്. പിന്നെ അവസാനം ഇപ്പോൾ ജിടെക് ജിജോ അതും കൂട്ടാം. അതായത് ഇതിൽ ജിടെക്കും ഇതിൽ ജിജോനും ഇതിൽ ജിടെക്കുള്ള സംഖ്യകൾ മാത്രം നമുക്ക് കൂട്ടാം. മനസ്സിലായല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഈക്വൽ ടു സം ഇഫ് എസ്. ഇതിന് മാത്രം ഒരു എസ് കൂട്ടിച്ചേർക്കുക. മറ്റേതൊക്കെ വെറും സം ഇഫ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസുകൾ ഉള്ളത് കൊണ്ടാണ് ഈ സം ഇഫ് എസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈക്വൽ ടു സം ഇഫ് എസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം സം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉത്തരം കൂട്ടാനുള്ള സെല്ല്. ക്ലിയർ ആണല്ലോ? കോമ, പിന്നെ ക്രൈറ്റീരിയ റേഞ്ച്, ഫസ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച്. നമ്മൾ ആദ്യം എന്താ കാണാൻ പോണത്? ജിജോ, ഇതിൻ്റെ ഉള്ളിലത്തെ ജിജോന് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിലത്തെ കോമ, ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതാണ്. അതായത് ഈ കോളത്തിൻ്റെ ഉള്ളിൽ ജിജോ എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. കോമ, അടുത്ത ക്രൈറ്റീരിയ ഇതാണ് കോമ, അതിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ. മനസ്സിലായല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ പ്രസ്. ഇപ്പൊ ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. അതിൽ 14,500, പിന്നെ ഏതായിരുന്നു നമ്മുടെ 12,458, പിന്നെ ഏതായിരുന്നു 4 അല്ലേ? എന്താ ആൻസർ കണ്ട നിങ്ങൾ? കറക്റ്റ് ആൻസർ ഇവിടെ പ്രിന്റ് ചെയ്ത് കണ്ട 35,846. നമ്മൾ കൂട്ടേണ്ട ആവശ്യം ഒന്നും വന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ആ കാൽക്കുലേഷൻസ് അവിടെ അപ്ലൈ ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സം ഇഫ് എസ് എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റോക്കൊക്കെ ചെയ്യണതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഐറ്റം ലിസ്റ്റ് റിസീവ്ഡ് ലിസ്റ്റ് ഇഷ്യൂഡ് ലിസ്റ്റ് ദെൻ സ്റ്റോക്ക്. നമ്മുടെ കടയിലുള്ള കംപ്ലീറ്റ് ഐറ്റം, റിസീവ്ഡ് ലിസ്റ്റ്, ഇഷ്യൂഡ് ലിസ്റ്റ്, സ്റ്റോക്ക്. ക്ലിയർ ആയല്ലോ? ഈ 4 ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ പ്ലസ് അടിച്ചിട്ട് ഷീറ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇനി ഐറ്റം ലിസ്റ്റിൽ ഞാനിപ്പോൾ ഒരു 10 പ്രൊഡക്റ്റ് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപയോഗിച്ച സെല്ല് ഉപയോഗിച്ചു കേട്ടോ. അതായത് അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തു, ട്രാൻസ്പോസ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താണ്. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? അത് വെച്ചിട്ട് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താണ് കേട്ടോ, ട്രാൻസ്പോസ് വെച്ചിട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ കടയിലുള്ള ഐറ്റം എന്ന് വിചാരിക്കാം. ഇതൊക്കെ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, മേടിക്കുന്നതാണ്. അപ്പോൾ മേടിക്കുന്നതൊക്കെ ഞാൻ റിസീവ്ഡ് ലിസ്റ്റിൽ പ്രിൻ്റ് ചെയ്യിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കൂ. കോഡ് ഐറ്റം റേറ്റ് വേണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം. നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. ഇന്ന ഡേറ്റിന്, മനസ്സിലായല്ലോ? ഇന്ന ഡേറ്റിന് ഇന്ന കോഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇന്ന ഐറ്റം ഇന്ന റേറ്റ്. ഇവിടെ റിസീവ്ഡ് ക്വാണ്ടിറ്റി, മേടിക്കുന്ന എണ്ണം. ഇതൊക്കെ നമ്മുടെ കടയിലുള്ള പ്രൊഡക്റ്റ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്യണതാണ്? ഓരോ സ്ഥലത്ത് പോയി മേടിക്കുന്നതാണ്. അപ്പോൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ ഒരു ആഡ് ചെയ്യണം അല്ലേ? നമ്മുടെ സ്റ്റോക്കിൽ ആഡ് ചെയ്യേണ്ടി വരും, വേണ്ടേ? അപ്പോൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഇതിലാണ് എൻ്റർ ചെയ്യുന്നത്.
പിന്നെ ഇതേപോലെ തന്നെ വിൽക്കണ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൊടുന്ന് വയ്ക്കുക മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യും. ഞാൻ സ്ഥലത്തുനിന്ന് മേടിച്ച് കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ഞാൻ ഇഷ്യൂ ചെയ്യും, അതായത് പർച്ചേസിങ് അല്ലേ, അല്ല പർച്ചേസ് അല്ല, സെയിൽ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ സെയിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂഡ് ലിസ്റ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ്ഡ് ക്വാണ്ടിറ്റി പകരം ഇഷ്യൂഡ് ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പോൾ വാങ്ങണതൊക്കെ ഇതിൽ എൻ്റർ ചെയ്യണം, വിൽക്കണതൊക്കെ ഇതിൽ എൻ്റർ ചെയ്യണം, സ്റ്റോക്ക് കംപ്ലീറ്റ് ഇതിൽ വരണം. മനസ്സിലായല്ലോ? സ്റ്റോക്ക് കംപ്ലീറ്റ് നമ്മൾ മൂന്നാമത്തെ ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യണം. അതായത് ഒരു സാധനം വിറ്റാൽ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയണം. മേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോക്കിൽ കൂടണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. ടോട്ടൽ റിസീവ്ഡ് ക്വാണ്ടിറ്റി എത്ര എണ്ണം മേടിച്ചു, എത്ര എണ്ണം വിറ്റു, എത്ര എണ്ണം വിറ്റു, സ്റ്റോക്ക്. ടോട്ടൽ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി അല്ലേ? ഇഷ്യൂഡ് വേണ്ട, അതാണ് നമ്മൾ റിസീവ്ഡ് ക്വാണ്ടിറ്റിക്ക് വരെ ഞാൻ റിസീവ്ഡ് ക്വാണ്ടിറ്റിനെ അടിച്ചതല്ലേ. ഇവിടെ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി ആണ്. ടോട്ടൽ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി അതായത് വിറ്റിട്ടുള്ള എണ്ണം, മറ്റേത് മൊത്തം മേടിച്ചിട്ടുള്ള എണ്ണം, ഇത് വിറ്റിട്ടുള്ള എണ്ണം, പിന്നെ സ്റ്റോക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മേടിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി മേടിക്കുന്ന സമയത്ത്, ഒരു സാധനം മേടിക്കുന്ന സമയത്ത് അത് കൗണ്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് കൂട്ടിയിട്ട് ഇവിടെ വരണം. മനസ്സിലായ? കൂട്ടിയിട്ട് ഇവിടെ വരണം. ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വിൽക്കണ സമയത്ത് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു കളർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വിൽക്കണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അത് ടോട്ടൽ ഇഷ്യൂഡ് ക്വാണ്ടിറ്റിയിൽ വരണം. മനസ്സിലായില്ലേ? വിൽക്കണതൊക്കെ ഇഷ്യൂഡ് ക്വാണ്ടിറ്റിയിൽ വരണം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് കംപ്ലീറ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്യണം. അതായത് ഇന്ന സാധനം ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, അപ്പോൾ ഒരാൾ വന്നിട്ട്, ഇത് നമ്മുടെ റിസീവ്ഡ് ലിസ്റ്റ് ആയിട്ടാണ്. ഒരാൾ ഒരു ഡേറ്റിന്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, 7/8/2021 A5 എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഒരാൾ വന്ന് മേടിച്ചു. A5 എന്നുള്ള സാധനം ഞാൻ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം, അങ്കമാലിയൊക്കെ പോയി മേടിച്ചു. ഈ A5 മേടിച്ചു കഴിഞ്ഞാൽ, A5 എന്നുള്ളത് എന്താണ്? ഗ്ലാസ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വി ലുക്കപ്പിൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യിക്കാം. ആദ്യം ഇവിടെ പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ലിസ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് എന്നുള്ള പേര് ഓൾറെഡി കൊടുത്ത കാരണം നമുക്ക് വേറെ ന്യൂ ലിസ്റ്റ് എന്നുള്ള പേര് കൊടുക്കാം. ഒരു പേരെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു വി ലുക്കപ്പ്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കോഡ് കോമ F3 ന്യൂ ലിസ്റ്റ് കോമ അതിൽ 2 കോമ ഫോൾസ്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കോഡിൻ്റെ സെല്ല് കോമ F3 നമ്മുടെ ഐറ്റം ലിസ്റ്റ് കോമ 3 കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ മുന്നേ ചെയ്ത സെയിം ഇക്വേഷൻസ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഇനി ഡേറ്റ് ഞാൻ പഠിക്കുന്നില്ല. A1 മേടിച്ചു ഒരു ദിവസം, A3 മേടിച്ചു, A5 മേടിച്ചു, A9, A7, A8, A2, A4, A5, A6, 7, A8, A9, A10 ഇങ്ങനെ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കൂടുതൽ അടിച്ചു കൊടുക്കുക, എണ്ണം കൂട്ടി വരാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും A10, A8, A7, A9, A5, A4,
ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി എത്ര എണ്ണം മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5000 എണ്ണം മേടിച്ചു, അല്ലെങ്കിൽ ഒരു 4000 എണ്ണം മേടിച്ചു. മനസ്സിലായല്ലോ? 4000 എണ്ണം മേടിച്ചു. ഒരു മിനിറ്റ് ഇട്ടാ. ഒരു മിനിറ്റ് എന്തോ ഒന്ന് സ്റ്റക്കായതാ. ഓക്കെ, ശ്രദ്ധിക്കേട്ടാ, അതെന്തോന്നും അറിയില്ല. ഹലോ, ക്ലിയർ ആണല്ലോ? ഹലോ, ഓക്കെ, ശരി. പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, ഒന്ന് സ്റ്റക്കായതാ ലാപ്പേ. ഇപ്പോൾ 4500, 7500 ഇങ്ങനെ മേടിച്ചിട്ടുള്ള എമൗണ്ടുകൾ കംപ്ലീറ്റ് നമ്മളിതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര എണ്ണം ഞാൻ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ എത്ര എണ്ണം മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മേടിച്ചിട്ടുള്ള എണ്ണമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റോക്ക്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഭാഗം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇന്ന ഡേറ്റിന് ഇന്ന സാധനം ഇത്രണ്ണം മേടിച്ചു, ഇന്ന ഡേറ്റിന് ഇന്ന സാധനം ഇത്രണ്ണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനിപ്പോൾ നമുക്ക് ഓൾറെഡി ബില്ലും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അത് വെച്ച് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ റിസീവ്ഡ് ക്വാണ്ടിറ്റി കിട്ടി. ക്ലിയർ ആണല്ലോ? മേടിച്ചിട്ടുള്ള എണ്ണം കേട്ടോ. ഇനി ടോട്ടലല്ല, റിസീവ്ഡ് ക്വാണ്ടിറ്റി. ടോട്ടൽ നമ്മൾ കാണാൻ പോകണമല്ലോ. ഇനി അടുത്ത് നമ്മൾ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി. ഇതൊക്കെ ഞാൻ വിൽക്കണ്ടേ? നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗോഡൗണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൊടുക്കണം അല്ലേ? വിൽക്കണം വേണ്ടേ? മേടിക്കുന്നത് അവിടെ എൻ്റർ ചെയ്തു, വിൽക്കണത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. മനസ്സിലായ? ഇന്ന ഡേറ്റിന് ഇന്ന സാധനം വിറ്റു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിനൊരു എളുപ്പ വഴി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ VLOOKUPൻ്റെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ അവിടെ വെച്ചിട്ടേ നിങ്ങൾ കോപ്പി ചെയ്യാം. ആ VLOOKUP കണ്ട സ്ഥലത്ത് വെച്ചിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ആ ഇഷ്യൂഡ് ലിസ്റ്റിൽ അതേ ഫോർമുല തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. VLOOKUP തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് പേസ്റ്റിൻ്റെ ഉള്ളിൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഫോർമുല, ഈ ഭാഗം മനസ്സിലായ? അതായത് ആദ്യം ഉപയോഗിച്ച സെല്ലിൽ ഇവിടെ വെച്ചു. ഇപ്പോൾ 350 എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുള്ളത് നമ്മൾ VLOOKUP വെച്ചിട്ട് ചെയ്തുള്ളതാണ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് നേരെ ഇതിനെ കോപ്പി ചെയ്തു. ആ 350ൻ്റെ മുകളിൽ വെച്ചിട്ട് കോപ്പി ചെയ്തു. ഇഷ്യൂഡ് ലിസ്റ്റിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പേസ്റ്റിൻ്റെ ഉള്ളിൽ ഫോർമുല എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമതും ഫോർമുല എഴുതണ്ടെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു A1 വിറ്റു. A1, A2, A3, A4, A5, A1, A2, A3, A4, A5, A6, A7, A8, 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 A9, A10, A9, A4. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അടിക്കണം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ബില്ലിനനുസരിച്ച് തന്നെ എൻ്റർ ചെയ്യണം.
ഇവിടെ വിറ്റിട്ടുള്ള എണ്ണങ്ങളൊക്കെ ഇപ്പം ഞാൻ ഒരു 500 എണ്ണം വിറ്റു, ഒരു 450 എണ്ണം വിറ്റു, അല്ലെങ്കിൽ ഒരു 750 എണ്ണം വിറ്റു, അല്ലെങ്കിൽ ഒരു 450 എണ്ണം വിറ്റു. ഇങ്ങനെ ഓരോ ദിവസം വിൽക്കണ എൻട്രി കറക്റ്റായിട്ട് നമ്മളിതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഓരോ ദിവസം നമ്മൾ വിൽക്കണ സെയിൽ ചെയ്യണ എണ്ണം, അതായത് ഇപ്പോൾ ഇന്ന ഡേറ്റിന് A7 ഒരു 145 എണ്ണം വിറ്റിട്ടുണ്ട്, ഇന്ന ഡേറ്റിന് A8 ഒരു 12 എണ്ണം വിറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയില്ലേ എത്ര എണ്ണമാണോ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്തിട്ടുള്ള കൗണ്ടൊക്കെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ വീലുക്കപ്പ് മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. ഒരു 3 കോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും മനസ്സിലായല്ലോ. ഡേറ്റ് ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല കേട്ടോ, സമയം പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഡേറ്റ് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. അത് ഏത് ഡേറ്റിന് എന്നതാണെന്നുള്ളത് നമുക്ക് ബില്ലടിക്കുന്ന പോലെ തന്നെ എൻ്റർ ചെയ്യാം. ഇനി സ്റ്റോക്കിൻ്റെ അവിടെ വെച്ചിട്ട് ടോട്ടൽ റിസീവ്ഡ് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാം. എന്തിൻ്റെ പെന്ന് എത്ര എണ്ണം വിറ്റുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെന്ന് എത്ര എണ്ണം മൊത്തം മേടിച്ചിട്ടുണ്ട് നോക്കൂ. ഈ റിസീവ്ഡ് ലിസ്റ്റിൽ പെന്ന് കണ്ട അവിടെ ഒരു 5000 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടില്ല, ഇല്ലല്ലോ. അപ്പോൾ ടോട്ടൽ റിസീവ്ഡ് സെല്ല് പെന്ന് 5000 ആണ്. പക്ഷേ അടുത്തത് A2 നോക്കി നിങ്ങൾ. A2 ഇവിടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, പിന്നെയും മേടിച്ചിട്ടില്ല അല്ലേ. മറിച്ച് A3 നോക്കിയേ, വാച്ച് ഇവിടെ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ മേടിച്ചിട്ടുണ്ട് അല്ലേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടണം. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്റ്റോക്കിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പറയാം നമ്മൾ ഈക്വൽ ടു സം ഇഫ്. ഞാനൊന്ന് സൂം ചെയ്യാം, ശ്രദ്ധിക്കാം. ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? റേഞ്ച്. എന്തിൻ്റെ അതായത് റിസീവ്ഡ് ലിസ്റ്റിലത്തെ, ശ്രദ്ധിക്കണം കേട്ടോ, റിസീവ്ഡ് ലിസ്റ്റിലത്തെ കംപ്ലീറ്റ് കോഡാണെങ്കിൽ കോഡ്, അല്ലെങ്കിൽ ഐറ്റം ആണെങ്കിൽ ഐറ്റം. ഇപ്പം ഞാൻ ഐറ്റം എടുത്തു, കംപ്ലീറ്റ് ഐറ്റം സെലക്ഷൻ ചെയ്തു, കോമ, അവിടെ തന്നെ ഒരു കോമ ഇടുക. ആ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കോമ ഇടണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഉത്തരം തെറ്റും. വീണ്ടും സ്റ്റോക്കിൽ പോയിട്ട് ഫസ്റ്റ് ഐറ്റം, ആ കാണുന്ന ഐറ്റത്തിൽ നിന്ന് നമ്മൾ പെന്ന് എത്ര ഉണ്ടെന്നാണ് കാണാൻ പോണത്. മനസ്സിലായല്ലോ? അപ്പോൾ മൊത്തം ഡ്രാഗ് ചെയ്തു, റിസീവ്ഡ് ലിസ്റ്റിലത്തെ മൊത്തം ഐറ്റം ലിസ്റ്റ് കംപ്ലീറ്റ് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ തന്നെ കോമ ഇട്ടിട്ട് നമ്മൾ സ്റ്റോക്കിലത്തെ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം കോമ. ഇനി എന്താ കാണാൻ പോണത്? റിസീവ്ഡ് ലിസ്റ്റിലത്തെ റിസീവ്ഡ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ എൻ്റർ അടിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ കണ്ടില്ലേ 5000 എണ്ണം മൊത്തം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടിക്ക് ഡ്രാഗ് ചെയ്ത് നോക്കി നിങ്ങൾ ഓരോ സാധനം മേടിച്ചിട്ടുള്ള കംപ്ലീറ്റ് റിസീവ്ഡ് ഐറ്റം പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ. അതായത് ബുക്ക് മൊത്തം നമ്മുടെ കയ്യിൽ 2532 എണ്ണം ഉണ്ട്, വാച്ച് മൊത്തം 4755 എണ്ണം ഉണ്ട്, റിങ് 29849 എണ്ണം ഉണ്ട്. ഇതേപോലെ തന്നെ ഇഷ്യൂഡിലും എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇഷ്യൂഡ് ലിസ്റ്റിലത്തെ ഐറ്റം കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്യാം. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? കുറച്ച് കൂടുതൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന അപ്ഡേഷൻസ് അവിടെ പ്രിന്റ് ചെയ്യും കേട്ടോ. കോമ, അവിടെ തന്നെ കോമ ഇടുക. സ്റ്റോക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോമ. അതെന്താ വെച്ചാലേ നമ്മൾ അപ്പുറത്തെ ഷീറ്റിൽ നിന്നല്ലേ ഇതിലേക്ക് ഇക്വേഷൻസ് എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കോമ ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ ഇവിടെ കൊടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം സെലക്ട് ചെയ്തത് പോയിട്ട് രണ്ടാമത് സെലക്ട് ചെയ്തതായിട്ട് മാറും. മനസ്സിലായ? അതുകൊണ്ടാണ് അവിടെ നിന്ന് കോമ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നത്. അപ്പോൾ കോമ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് കണ്ടില്ലേ ഇതിലത്തെ ഫസ്റ്റ് ഐറ്റം. ക്ലിയർ ആണല്ലോ? പിന്നെ കോമ അതിലത്തെ റിസീവ്ഡ് ലിസ്റ്റിലത്തെ ഇഷ്യൂഡ് ലിസ്റ്റിലത്തെ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി, ഇഷ്യൂഡ് ക്വാണ്ടിറ്റി.
മനസ്സിലായ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ പ്രസ്. അവിടെ കോമ വേണ്ട. എവിടെ? ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്യൂഡ് ലിസ്റ്റിലത്തെ കംപ്ലീറ്റ് ഐറ്റം ഇവിടെ നിന്ന് ഇനി നമ്മൾ അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴേ ഈ സെല്ല് സെലക്ഷൻ ചെയ്തത് മാറും. അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു കോമ ഇടുന്നത്. മനസ്സിലായല്ലോ? കോമ ഇട്ടു. സ്റ്റോക്കിലത്തെ ഫസ്റ്റ് ഐറ്റം കോമ ഇഷ്യൂഡ് ലിസ്റ്റിലത്തെ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി മൊത്തം. മനസ്സിലായില്ലേ? ഇത് കോമ ഇടണമെന്നില്ല, ഇവിടെ കോമ ഇടണമെന്നില്ല. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. മനസ്സിലായല്ലോ? കണ്ടോ? ഇനി സ്റ്റോക്ക് നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടാ. ഈക്വൽ ടു ടോട്ടൽ റിസീവ്ഡ് ക്വാണ്ടിറ്റി മൈനസ് ടോട്ടൽ ഇഷ്യൂഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ കയ്യിൽ പെന്ന് 4355 ഉണ്ട്. പെന്ന് ബുക്ക് 1828 ഉണ്ട്. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്കൊരു എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. മൗസ് 273 ബാലൻസ് ഉള്ളത് കേട്ടോ. നമ്പർ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. 273 സ്റ്റോക്ക് ഉള്ളത്. മൗസ് A6 ആണ്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം പോയിട്ട് എന്ത് ചെയ്തു, ഒരു മൗസ് മേടിച്ചു. കുറച്ച് മൗസ് വീണ്ടും മേടിച്ചു. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത മൗസ് വന്നു. ഞാനൊരു 273 അല്ലായിരുന്നു, അപ്പോൾ ഒരു 27 എണ്ണം മേടിച്ചു. ഇതിലല്ല, മേടിച്ചാലാണ് 27 എണ്ണം. മറ്റേത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. മൗസ് ഞാൻ വേറൊരു ദിവസം പോയിട്ട് ഒരു 27 എണ്ണം കൂടി മേടിച്ചു. നമ്മുടെ സ്റ്റോക്കിൽ പോയി നോക്കി നോക്കിയേ, മൗസ് എന്തായി? 300 ആയി. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ മൗസ് ഒരു വേറൊരാൾ വന്നിട്ട് മൗസ് എന്ത് ചെയ്തു, ഒരു 299 വിറ്റു. A6 മൗസാണ്. അപ്പോൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ വീലുക്കപ്പ് ചെയ്ത കാരണമാണ് ഇതിങ്ങനെ ചെയ്തത്. ഒരു 299 വിറ്റു. അയാൾ വിറ്റു. നമ്മുടെ സ്റ്റോക്കിൽ പോയൊക്കെ 1 മാറി. മനസ്സിലായോ? അപ്പോൾ ശരിക്കും കമ്പനി പല ആൾക്കാരും വേറെ കുറേ സോഫ്റ്റ്വെയർസുകളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ടാലിയ അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ടൊക്കെ ആവും ഈ സെയിൽസും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്നാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് 2 ഇക്വേഷൻസിലൂടെ സമ്മിഫും വീലുക്കപ്പും വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ സാധനം എക്സലിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നമ്മളിത്. ഇത് ശരിക്കും ടാലിയിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനത് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചതെന്ന് മാത്രമാണ് പറയാം. മനസ്സിലായോ? ഇങ്ങനെ എക്സൽ പറഞ്ഞു തരുന്നുണ്ടാവില്ല ആരും. അതായത് ഇത് ടാലിയിലെ ഒരു സെയിൽസ് പർച്ചേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റുഡൻസിന് ഇവിടെ ടാലി പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് നമ്മളത് എങ്ങനെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ്. സംഭവം വീലുക്കപ്പും സമ്മിഫും എല്ലാവരും പഠിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് സംഭവിച്ചാൽ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ എല്ലാവരും ചെയ്തോളണമെന്നില്ല. നമ്മളിപ്പോൾ പഠിച്ച 2 ടൂള് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. സമ്മിഫ് നമ്മൾ പഠിച്ചു, വീലുക്കപ്പ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ വീലുക്കപ്പ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെടുത്തു, സമ്മിഫ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തു. പക്ഷെ അത് രണ്ടും കൂടി നമ്മൾ കണ്ടില്ലേ, ഒരു കമ്പനിയുടെ പർച്ചേസ് സെയിൽസ് ഉള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ മനസ്സിലായില്ലേ? ലുക്കപ്പ്, സമ്മിഫ്, സമ്മിഫസ്. ഈ സമ്മിഫും സമ്മിഫസും വെച്ചിട്ട് നമ്മൾ നല്ല വലിയൊരു പ്രോബ്ലം പഠിച്ചു. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തതൊരു ചെറിയ പ്രോബ്ലമാണ്. നമ്മൾ കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനം വെച്ച് തന്നെ എന്ത് ചെയ്യാം, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് വരുന്ന സമയത്ത്, സ്റ്റോർ വരുന്ന സമയത്ത് ഇന്നത് എത്ര എണ്ണം നമ്മളവിടെ എൻ്റർ ചെയ്യുക. സ്റ്റോറിൽ നിന്ന് നമ്മൾ സെയിൽസിലേക്ക് പോണ സമയത്ത്, അല്ലെങ്കിൽ കമ്പനിക്ക് ഗോഡൗണിൽ നിന്ന് അവിടെ പോണ സമയത്ത് നമ്മൾ വിൽക്കണ റിസീവ്ഡ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ, അതിപ്പോൾ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം, അവിടെ എൻ്റർ ചെയ്യാം.
അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മുടെ സ്റ്റോറിൽ എത്ര ഉണ്ട് എന്ന് നോക്കാം. ഇപ്പൊ എങ്ങനെ ചെയ്യാറ് സ്റ്റോർ? അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ? സോഫ്റ്റ്വെയർ ഉണ്ട്, സാപ്പ് ഉണ്ട്. സാപ്പിൽ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ശരി ശരി. അതിൽ നിന്ന് എക്സലിലേക്ക് ഫയൽ എടുക്കുന്നുണ്ടാവും അല്ലേ? SAP എടുത്ത് കൺവേർട്ട് ചെയ്യാവും എക്സലിലേക്ക്. ചിലതൊന്നും പറ്റില്ല നമുക്ക് മാനുവലി ചെയ്യേണ്ടത്. പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പ്ലെയർ കൊണ്ടിടണം അതില്. അത് ശരി അത് ശരി. ഓക്കെ. അപ്പൊ മാനുവലി ചെയ്യണ പോലത്തെ വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു എക്സൽ ഷീറ്റ് സെറ്റ് ചെയ്തിട്ടാൽ മതി. കാരണം വെച്ചാല് റിപ്പോർട്ട് കംപ്ലീറ്റ് മാനുവലി ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് മന്ത്ലി MIS ഒക്കെ മാനുവലിയേ പറ്റുള്ളൂ. ഇല്ല. ആയിക്കോട്ടെ. മറ്റേത് പിന്നെ സോഫ്റ്റ്വെയറിലൂടെ SAPയിലൂടെ ചെയ്യുന്നുണ്ടാവുക, എല്ലാവർക്കും കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ കൊടുക്കുന്ന അപ്ഡേഷൻസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇവിടെ മാറി 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 വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതിൽ നോക്കി നോക്കിയേ, CPU 380 മേടിച്ചിട്ടുള്ളൂ. അത് നമ്മൾ എൻ്റർ ചെയ്താൽ തെറ്റിയതാണ്. ഇവിടെ 572 ഞാൻ വിറ്റിട്ടുണ്ട്. അതാണ് ഇവിടെ മൈനസ് വന്നത് കേട്ടോ. അത് കാരണം വെച്ചാൽ അതിങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റിസീവ്ഡ് ലിസ്റ്റിൽ CPU മൊത്തം എത്ര ഉണ്ട്? അല്ല, അത് വിലയാണ് 255 എണ്ണം, ഇവിടെ 125 എണ്ണം. ഇതുമാണ് നമ്മുടെ CPU-ൻ്റെ ഇത് അല്ലേ. മറിച്ച് വിറ്റേല് ചിലപ്പോൾ CPU കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടാവും. നോക്കിയൊക്കെ, ഇവിടെ ഒരു CPU 451 വിറ്റുണ്ട്, ഇവിടെ ഒരു CPU 200. അത് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ മാനുവലി ബില്ല് നോക്കി അടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കാം. ഇതിപ്പോൾ ഞാൻ വെറുതെ കമ്മച്ച് അടിച്ചതല്ലേ, അതായത് വെറുതെ ഇങ്ങനെ എൻ്റർ ചെയ്തതല്ലേ, അതുകൊണ്ടാണ് അതങ്ങനെ മൈനസ് വന്നത് കേട്ടോ. ഇവിടെ ഞാനതൊരു 50 ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ തന്നെ റെഡി ആയി. കണ്ടോ, CPU 250 എണ്ണം ബാലൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സമ്മിഫ് പിന്നെ VLOOKUP, HLOOKUP, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റം ലിസ്റ്റ്, റിസീവ്ഡ് ലിസ്റ്റ്, ഇഷ്യൂഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം. ഇതിപ്പോൾ ഈ പ്രോബ്ലം തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതേപോലെ ഉപയോഗിക്കാവുന്ന നിങ്ങളുടെ കമ്പനിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കില്ലേ? ഇന്ന് ഓഫീസ് ഉണ്ടാവൂല്ലേ? ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിവിടെ നിർത്താം. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ കഴിയില്ല, അടുത്ത ടോപ്പിക്ക് കഴിയില്ല കേട്ടാ. അപ്പോൾ നമുക്ക് നാളെ ബാക്കി ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് അയച്ചു തരാം, മെയിൽ അയച്ചു തരാം. ഒരു മിനിറ്റ്.